എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയ ഓണം ആഘോഷങ്ങളാണ് കാണിക്കുന്നത്. ഞങ്ങൾ നെയ്ബേഴ്സ് എല്ലാവരും കൂടെ ചേർന്ന് ആഘോഷിച്ചൊരു ഓണമായിരുന്നു. ഉത്രാട ദിവസമാണ് ആഘോഷിച്ചത്. നല്ല കാലാവസ്ഥയായിരുന്നു അന്നിവിടെ, അതുകൊണ്ട് തന്നെ വളരെ എളുപ്പമായിരുന്നു. തിരുവോണത്തിന് കുറച്ച് മഴയൊക്കെ ആയിരുന്നു. രാവിലെ തന്നെ ഞാനും മോളും കൂടെ ചെറിയൊരു അത്തപ്പൂക്കളം വീട്ടിലിട്ടുമായിരുന്നു. അപ്പം അത് ചെയ്തുകൊണ്ടാണ് ആദ്യം പരിപാടികളൊക്കെ ചെയ്തത്. അത് കഴിഞ്ഞ് കുക്കിങ്ങിലോട്ട് കയറി നമ്മൾ തന്നെ കുക്ക് ചെയ്യുമായിരുന്നു. ഓരോരുത്തർ ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുമായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് അടപ്രഥമനും സേമിയ പായസവും. അങ്ങനെ അതെല്ലാം റെഡിയാക്കി. അത് കഴിഞ്ഞ് നമ്മൾ ഈ ആഘോഷം നടത്തിയത് ഒരു സ്കൂളിൻ്റെ ഡൈനിങ് ഹാളിൽ വെച്ചായിരുന്നു. അപ്പോൾ ഇതെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ അവിടേക്ക് പോയി. വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ട്രാവൽ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സെറ്റൊക്കെ എടുത്ത് അവിടെ ചെന്നു. നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആണെങ്കിലും നല്ല കാലാവസ്ഥയായിരുന്നു. നമ്മുടെ ഫുഡെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും ചോറ്, അച്ചാറ്, ഓലൻ, പരിപ്പ്, പപ്പടം, തോരൻ, സാമ്പാർ, ഇഞ്ചിക്കറി, കൂട്ടുകറി, പച്ചടി, മധുര പച്ചടി, അവിയൽ, അങ്ങനെ എല്ലാ കറികളും തന്നെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മളിത് ഉച്ചയ്ക്കായിരുന്നു തുടങ്ങിയത്. അപ്പോൾ ഏകദേശം എല്ലാം സെറ്റായി വന്നപ്പോൾ തന്നെ 1 മണിയൊക്കെയായി. അപ്പം ആദ്യം തന്നെ സദ്യക്കായിട്ടിരുന്നു. കുട്ടികളൊക്കെ ആദ്യം ഇരുന്നു. പിന്നെ ഞങ്ങളും അവരുടെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. ഒരു 7 ഫാമിലിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒരു ചെറിയ രീതിയിൽ കുട്ടികളും വലിയവരുടെയൊക്കെ ഓരോരോ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ഗെയിമൊക്കെ ആയിരുന്നു. കുട്ടികൾ ശരിക്കും നല്ലതായിട്ട് എൻജോയ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പഴവും ചിപ്സ് ഐറ്റംസ് മാത്രമാണ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി. ബാക്കിയെല്ലാം നമ്മൾ തന്നെ എടുക്കുമായിരുന്നു. കുട്ടികളുടെ ആണെങ്കിലും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഈ വീക്കൊക്കെ ഓരോ പ്രോഗ്രാംസൊക്കെ ചെയ്യാനും പ്രാക്ടീസിലൊക്കെ ആയിരുന്നു. എന്നാൽ ആകെ മൊത്തം ഈ ഒരു 2 ആഴ്ച നല്ലൊരു കേരളീയ വൈബായിരുന്നു. ശരിക്കും പ്രാക്ടീസും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. സദ്യയൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളും സദ്യയൊക്കെ കഴിക്കാനിരുന്നു. പരിപ്പും നെയ്യും പപ്പടവും ഒക്കെ കൂട്ടി. അങ്ങനെ നമ്മളും കൂടി കഴിച്ചതിന് ശേഷം നമ്മൾ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു സ്വാഗത പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഓരോരോ പ്രോഗ്രാംസൊക്കെ അവതരിപ്പിച്ചു. പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മമാരെല്ലാവരും കൂടി ഒരു ചെറിയ തിരുവാതിരയൊക്കെ കളിച്ചായിരുന്നു. അത് നല്ലൊരു കുഞ്ഞുങ്ങളുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും നല്ലതായിട്ട് തന്നെ കളിച്ചു. നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വലിയവരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ കുറേ ഓണപ്പാട്ടുകളും പിന്നെ കുറച്ച് ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് ക്ലൈമറ്റ് നല്ലതായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഔട്ട്ഡോറിൽ നിന്നുകൊണ്ടൊക്കെ ആണെങ്കിലും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ 5 മണിയോടുകൂടി നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. എല്ലാ ആഘോഷങ്ങളും നല്ലതാണെങ്കിലും ഓണത്തിൻ്റെ സ്ഥാനം എപ്പോഴും ഒരു പടി മുമ്പിലാണല്ലേ. നമ്മൾ മലയാളികൾ ലോകത്തിൻ്റെ എവിടെ ആയിരുന്നാലും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. അതിനൊരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ്. നമ്മളിങ്ങനെ ഓരോ ആഘോഷങ്ങൾ ചെയ്യുമ്പോഴും അത് നമ്മളുടെ തലമുറ ഇതൊക്കെ കണ്ട് പഠിക്കുകയാണല്ലേ. നമ്മുടെ പാരമ്പര്യവും നമ്മുടെ ഒരു കൾച്ചറൊക്കെ അവർക്ക് പകർന്നു നൽകാനും ഇതൊക്കെ സഹായിക്കും. നമ്മൾ സദ്യയൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിലൂടെയൊക്കെയും അവർ പങ്കിടലിൻ്റെയും കൂട്ടായ്മയുടെയും ഒക്കെ പാഠങ്ങൾ അവിടെ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരു നല്ല ചെറിയ ആണെങ്കിൽ തന്നെ ഒരു സന്തോഷകരമായ ഓണം ആഘോഷിച്ചെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ.